എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. T20 ലോകകപ്പ് 2026ന്റെ പോരാട്ട ഭൂമിയായ കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിൽ നിന്നും പുറത്തുവന്നതും മുഴുവൻ ക്രിക്കറ്റ് ലോകത്തെയും അക്ഷരാർത്ഥത്തിൽ പിടിച്ചുകുലുക്കിയ സമാനതകളില്ലാത്ത ഒരു വമ്പൻ ഭൂകമ്പത്തിന്റെ വാർത്തയാണ്. ലോകം മുഴുവൻ ശ്വാസമടക്കി പിടിച്ചുകണ്ട ആ മഹാപോരാട്ടത്തിൽ സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പട വെറുമൊരു വിജയം നേടുകയായിരുന്നില്ല, മറിച്ച് ചിരവൈരികളായ പാകിസ്ഥാനെ 61 റൺസിന്റെ പടുകൂറ്റൻ മാർജിനിൽ പൊടി പിടിപ്പിച്ച് നിലം പരിശാക്കി അവരുടെ അഹങ്കാരത്തെ അപ്പാടെ തച്ചുടയ്ക്കുകയായിരുന്നു. ഈ ഒറ്റ വിജയത്തോടെ ലോകകപ്പിലെ പോയിന്റ് പട്ടികയിലെ സകലമാന സമവാക്യങ്ങളും അപ്പാടെ കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു എന്നതും പാകിസ്ഥാൻ ക്യാമ്പിൽ ഇപ്പോൾ കൂട്ടക്കരച്ചിലിന്റെയും മരണഭയത്തിന്റെയും അന്തരീക്ഷമാണ് നിലനിൽക്കുന്നതെന്നതുമാണ് ഏറ്റവും വലിയ സസ്പെൻസ്. സൂപ്പർ 8ലേക്കുള്ള പാകിസ്ഥാന്റെ വഴി ഇപ്പോൾ എവറസ്റ്റ് കൊടുമുടി കയറുന്നതിനേക്കാൾ ദുഷ്കരമായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ഈ ചരിത്ര വിജയം ഗ്രൂപ്പ് എ മുതൽ ഗ്രൂപ്പ് ഡി വരെയുള്ള പോയിന്റ് പട്ടികകളിൽ ഉണ്ടാക്കിയ പ്രകമ്പനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ആരുടെയും രോമാഞ്ചം എഴുന്നു നിൽക്കും. ഏറ്റവും രസകരമായ ഗ്രൂപ്പ് എയുടെ കാര്യം തന്നെ എടുക്കാം. എതിരാളികളെ ഒന്നടങ്കം വിറപ്പിച്ചുകൊണ്ട് തുടർച്ചയായ 3 തകർപ്പൻ വിജയങ്ങളുമായി 6 പോയിന്റോടെ ടീം ഇന്ത്യ രാജകീയ സിംഹാസനം ഉറപ്പിച്ച് സൂപ്പർ 8ലേക്ക് ഔദ്യോഗികമായി മാർച്ച് ചെയ്തു കഴിഞ്ഞു. ഇന്ത്യയുടെ നെറ്റ് റൺ റേറ്റ് ഇപ്പോൾ +3.050 എന്ന മറ്റാർക്കും സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഹിമാലയൻ ഉയരത്തിലാണ് എത്തി നിൽക്കുന്നത്. എന്നാൽ ഇന്ത്യയുടെ ഈ വിജയത്തിന്റെ ഏറ്റവും വലിയ ഗുണം ലഭിച്ചിരിക്കുന്നത് അമേരിക്കയ്ക്കാണ് എന്നറിയുമ്പോൾ നിങ്ങൾ ശരിക്കും ഞെട്ടും. 4 മത്സരങ്ങളിൽ നിന്നും 2 വിജയവും 2 തോൽവിയുമായി 4 പോയിന്റും +0.787 എന്ന മികച്ച നെറ്റ് റൺ റേറ്റുമായി USA ഇപ്പോൾ രണ്ടാമതായി നെഞ്ചുവിരിച്ചു നിൽക്കുകയാണ്. മറുവശത്ത് ഇന്ത്യയോടേറ്റ ഈ 61 റൺസിന്റെ നാണംകെട്ട തോൽവി പാകിസ്ഥാന്റെ നട്ടെല്ലൊടിക്കുക മാത്രമല്ല, അവരുടെ നെറ്റ് റൺ റേറ്റിനെ നടുവെച്ചറുത്ത് -0.403 എന്ന ഭയാനകവും ദയനീയവുമായ പാതാളത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. ഇനി അവർക്ക് രക്ഷപ്പെടണമെങ്കിൽ സ്വന്തം കളി ജയിച്ചാൽ മാത്രം പോരാ, പ്രകൃതിയുടെ അത്ഭുതങ്ങൾക്കും അമേരിക്കയുടെ പതനത്തിനുമായി അവർ അക്ഷോഭ്യരായി പ്രാർത്ഥിക്കേണ്ടിവരും. ഇതേ ഗ്രൂപ്പിൽ 2 പോയിന്റുമായി നെതർലൻഡ്സ് 4-മതും പോയിന്റ് ഒന്നുമില്ലാതെ നമീബിയ ഔദ്യോഗികമായി പെട്ടിമടക്കുകയും ചെയ്തു കഴിഞ്ഞു. ഇനി ഗ്രൂപ്പ് ബിയിലെ ഞെട്ടിക്കുന്ന കാഴ്ചകളിലേക്ക് നോക്കാം. 2 കളിയിൽ 2 ജയവും +3.125 എന്ന കൂറ്റൻ റൺ റേറ്റുമായി ശ്രീലങ്ക 1-മത് നിൽക്കുമ്പോൾ സകലരെയും അമ്പരപ്പിച്ചുകൊണ്ട് സിംബാബ്വെ എന്ന കൊച്ചു ടീം 2 ഐതിഹാസിക വിജയങ്ങളിലൂടെ 4 പോയിന്റും +1.984 എന്ന അവിശ്വസനീയ റൺ റേറ്റുമായി ലോക ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയുടെ ഉറക്കം കെടുത്തി 2-മത് തലയെടുപ്പോടെ നിൽക്കുന്നു. മിച്ചൽ മാർഷിന്റെ ഓസ്ട്രേലിയൻ വൻപന്മാർ ഒരു അപ്രതീക്ഷിത തോൽവിയോടെ വെറും 2 പോയിന്റും +1.100 റൺ റേറ്റുമായി 3-ാം സ്ഥാനത്ത് അപമാനഭാരത്താൽ സങ്കടം കുടിച്ചിറക്കുകയാണ്. ഇനി ഒരൊറ്റ അബദ്ധം പിണഞ്ഞാൽ ഓസ്ട്രേലിയ ലോകകപ്പിൽ നിന്നും തെറിക്കുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറിക്ക് നാം സാക്ഷ്യം വഹിക്കും. അയർലൻഡ് 2 പോയിന്റുമായി 4-മതും ഒമാൻ പുറത്തുമായി നിൽക്കുന്ന ഈ ഗ്രൂപ്പിൽ നിന്നും സകല സസ്പെൻസുകളും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മരണ ഗ്രൂപ്പായ ഗ്രൂപ്പ് സിയിലേക്ക് പോയാൽ അവിടെയും ചോരക്കളിയാണ്. ആതിഥേയരായ വെസ്റ്റ് ഇൻഡീസ് തുടർച്ചയായ 3 വിജയങ്ങളോടെ 6 പോയിന്റും +1.820 റൺ റേറ്റുമായി രാജകീയമായി സൂപ്പർ 8ൽ കടന്നപ്പോൾ നിലവിലെ ലോക ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ട് കടുത്ത പ്രതിസന്ധിയിലായിരിക്കുന്നു. 3 കളിയിൽ 4 പോയിന്റ് ഉണ്ടെങ്കിലും അവരുടെ റൺ റേറ്റ് -0.143 എന്ന നെഗറ്റീവ് അവസ്ഥയിലാണ്. എപ്പോൾ വേണമെങ്കിലും ഇംഗ്ലണ്ടിനെ കടിച്ചു കീറാൻ പാകത്തിൽ സ്കോട്ട്ലൻഡ് 2 പോയിന്റും +0.359 റൺ റേറ്റുമായി തൊട്ടു പിന്നിലുണ്ട്. കൂടെ ഇറ്റലിയും പുറത്തായ നേപ്പാളും. ഇനി ഗ്രൂപ്പ് ഡിയുടെ അത്യുഗ്രൻ പോരാട്ടങ്ങളിലേക്ക് വന്നാൽ ദക്ഷിണാഫ്രിക്ക 3-ൽ 3 ജയിച്ച് 6 പോയിന്റും +1.477 റൺ റേറ്റുമായി അജയരായി 1-ാം സ്ഥാനത്ത് വിരാജിക്കുകയാണ്. 4 പോയിന്റും +0.701 റൺ റേറ്റുമായി ന്യൂസിലൻഡ് തൊട്ടു പിന്നിൽ തന്നെ സുരക്ഷിതമായി നിൽക്കുന്നു. UAE 2 പോയിന്റുമായി 3-മതുണ്ട്. എന്നാൽ റാഷിദ് ഖാന്റെ അഫ്ഗാനിസ്ഥാനും കാനഡയ്ക്കും ഇത്തവണ കാര്യങ്ങൾ കൈവിട്ടുപോയി. 2 കളിയിലും തോറ്റ അഫ്ഗാനിസ്ഥാൻ -0.550 റൺ റേറ്റുമായി ടൂർണമെന്റിൽ നിന്നും ഏറെക്കുറെ പുറത്തായ അവസ്ഥയിലാണ്. ചുരുക്കത്തിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ മിന്നുന്ന 32 റൺസും പാകിസ്ഥാൻ ബൌളർമാരെ തലങ്ങും വിലങ്ങും പ്രഹരിച്ച ഇഷാൻ കിഷന്റെ 77 റൺസിന്റെ കൊടുങ്കാറ്റും ജസ്പ്രീത് ബുംറയുടെ ശ്വാസം മുട്ടിക്കുന്ന മാരക സ്പെല്ലും കണ്ട ഈ മത്സരത്തിന് ശേഷം ഒരു കാര്യം പകൽ പോലെ വ്യക്തമാണ്: ഈ ലോകകപ്പ് ഉയർത്താൻ പോകുന്ന ഏറ്റവും വലിയ ഫേവറേറ്റുകൾ ടീം ഇന്ത്യ തന്നെയാണ്. അപ്പോൾ ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: പാകിസ്ഥാന്റെ കഥ ഇവിടെ തീർന്നു, അതോ ഇത്തവണ പാകിസ്ഥാൻ ഇല്ലാത്ത ഒരു സെമി ഫൈനൽ ലോകം കാണുമോ? ഈ രോമാഞ്ചം കൊള്ളിക്കുന്ന വിശകലനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ ഓരോ കമന്റും ഞാൻ വളരെ സൂക്ഷ്മമായി വായിക്കാറുണ്ട്.
ഞരമ്പുകളിൽ തീ പിടിപ്പിക്കുന്ന ഈ പോയിന്റ് ടേബിൾ അനാലിസിസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ ഒരു വലിയ ലൈക്ക് നൽകുക. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അടിച്ചുപൊട്ടിക്കാൻ മറക്കരുത്. കാരണം ക്രിക്കറ്റിലെ അടുത്ത വലിയ സ്ഫോടനം നിങ്ങൾക്ക് മിസ്സാകാൻ പാടില്ല. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.